ISL ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റാണ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ISL ആരംഭിക്കുന്നത് 2014 ആ ഒരു ടൈം പീരീഡിൽ തന്നെ FSDLുമായിട്ട് കൈകോർത്തായിരുന്നു, AIFും ഒക്കെ തന്നെ കൈകോർത്തായിരുന്നു ഈ ഒരു ലീഗ് വന്നിട്ടുണ്ടായിരുന്നത്. റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഒക്കെ കീഴിൽ തന്നെയായിരുന്നു ഈ ഒരു ലീഗ് ISL മുൻപോട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ISL 2014 സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ISL 11 സീസണുകളോളം കൃത്യമായിട്ട് നടത്തി വരുവാനായിട്ട് FSDLനാവട്ടെ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആവട്ടെ, എല്ലാ അതോറിറ്റീസിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ISL നിലവിൽ ഒരു എൻഡിലേക്ക്, അതായത് വരുവാനായിട്ട് പോകുന്ന 12ാം സീസണ് മുന്നോടി തന്നെ ഒരു എൻഡിലേക്ക് നീങ്ങുകയാണ് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ വരുവാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കൂടുതലാണ്. എങ്കിൽ പോലും അവിടെ ഇനിയും ISL നടത്തുവാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, AFFൻ്റെ കോമ്പറ്റീഷൻ കലണ്ടർ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ISL ഒഴികെ ബാക്കിയുള്ള എല്ലാ ലീഗുകളും, അതായത് ഫുട്ബോളുമായി ബേസ് ചെയ്ത് നടത്തുന്ന എല്ലാ ലീഗുകളുടെയും ലിസ്റ്റ് അതിലുണ്ടായിരുന്നു. ഡൂറൻ കപ്പ് ആവട്ടെ, സൂപ്പർ കപ്പ് അഥവാ ഫെഡറേഷൻ കപ്പ്, അങ്ങനെ തുടങ്ങി I ലീഗ്, I ലീഗ് 1, I ലീഗ് 2, I ലീഗ് 3 ഇങ്ങനെ തുടങ്ങി ISLലും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫുട്ബോൾ കോമ്പറ്റീഷൻ്റെയും ലിസ്റ്റ് ആ ഒരു AIFFൻ്റെ കോമ്പറ്റീഷൻ ഷീറ്റിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ISL അവസാനത്തിലേക്കാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MRA എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതായത് ISL 2010 കോൺട്രാക്റ്റ് എഴുതി വെച്ച്, അതായത് FSDLും AIFFും തമ്മിൽ ISLലുമായി ബന്ധപ്പെട്ട് 2010 എഴുതി വെച്ചൊരു എഗ്രിമെൻറ്റിൻ്റെ ബലത്തിൽ വെറും 15 വർഷം, അതായത് 2025 വരെ നീണ്ടുനിന്ന ഒരു കോൺട്രാക്റ്റിൽ അവസാനിക്കുവാനായിട്ട് പോവുകയാണ് ഈ ഒരു വർഷം. സോ ആ ഒരു കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് MRA എന്ന് പറയുന്ന ആ ഒരു മ്യൂച്വൽ റിസർവ്സ് എഗ്രിമെൻ്റ് എന്ന് പറയും, അത് മ്യൂച്വൽ റൈറ്റ്സ് എഗ്രിമെൻ്റ് എന്ന് പറയും. ആ ഒരു എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ISL കിക്ക് ഓഫ് ചെയ്യുകയില്ല എന്ന് FSDLൻ്റെ അധികൃതർ ISLലെ ഓരോ ടീമിനെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിലി ഇനി അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യകത വളരെയധികം കൂടുതലാണ്. സോ എത്ര വർഷത്തേക്കായിരിക്കും റിന്യൂ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഇനി റിന്യൂ ചെയ്യുമോ എന്നും അറിയത്തില്ല. കാരണം കണ്ടു തന്നെ അറിയേണ്ടതാണ്, ഇന്ത്യൻ ഫുട്ബോൾ നിലവിൽ ഏറ്റവും ഒരു അടിത്തട്ടിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഫുട്ബോൾ വളരാത്തതിന് പിന്നിലും പല കാരണങ്ങളുമുണ്ട്. സോ ഇന്ത്യൻ ഫുട്ബോൾ വളരണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്കും വഹിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ISL. ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിനെ ഒരുപാട് സൈൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഇമ്പാക്റ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ISL ഒരു ടോപ്പ് ടയർ ലീഗ്, അതായത് ഇവിടുന്ന് തന്നെ ഏറ്റവും മികച്ച താരങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എടുക്കുവാനായിട്ട് സാധിക്കുമെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ I ലീഗിൽ നിന്നും I ലീഗ് നടത്തുമെന്നൊരു കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ്. I ലീഗിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എങ്കിൽ പോലും ISL നിലവിൽ മ്യൂച്വൽ റൈറ്റ്സ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്റ്റ്, അത് പ്രകാരം 50 CRോളം, അതായത് 50 കോഴ്സോളം, അല്ലെങ്കിൽ ഇതിന് ലഭിക്കുന്ന ടോട്ടൽ ലഭിക്കുന്ന റവന്യൂവിൻ്റെ ഒരു 20% AIFFന് നൽകേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കുമെന്നൊരു കാര്യം. ഇത് പുതുക്കാത്ത പക്ഷം ISL വരുവാനായിട്ട് പോകുന്ന സീസണിൽ കിക്ക് ഓഫ് ചെയ്യത്തില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ISLൽ ഇതുവരെ ട്രോഫി നേടാത്ത ഒരു ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മറ്റ് പല ടീമുകൾക്കും ഡൂറൻ കപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ISL ഷീൽഡോ, അല്ലെങ്കിൽ സൂപ്പർ കപ്പോ അങ്ങനെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ലീഗ്, അത് അല്ലെങ്കിൽ I ലീഗോ എങ്കിലും ഉണ്ടാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് നിലവിൽ ഒരു ട്രോഫി പോലും ഇല്ലാത്തൊരു ടീം. പക്ഷേ നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം 3 ഫൈനൽ കളിച്ചതിന് ശേഷം പോലും ഒരു ട്രോഫി ഇല്ലെങ്കിൽ പോലും വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ 12ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ബ്ലാസ്റ്റേഴ്സിന് ഇനി വരുവാനായിട്ട് പോകുന്ന സീസണുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ISLൻ്റെയും അതോടൊപ്പം തന്നെ ISL ബേസ് ആയിട്ടുള്ളൊരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ISL ഇല്ല എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒരു എൻഡിലേക്ക് തന്നെ ആയിരിക്കാം ഇത് നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ്, വരുവാനായിട്ട് പോകുന്ന ISL സീസൺ കിക്ക് ഓഫ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം
നമുക്ക് തന്നെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ വളരെയധികം കടുത്ത ആരാധക പിന്തുണ ഉള്ളതിനാൽ തന്നെ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നെങ്കിൽ ലീഗിലോട്ടോ വല്ലതും പ്രൊമോഷൻ ലഭിച്ചേക്കാം. ഇനി ISL ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭാവിയിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. സോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊരു കാര്യം ആദ്യം തന്നെ അറിയേണ്ടതാണ്. MRA പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. വരുവാനായിട്ട് പോകുന്ന സീസണിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്.